വൈൽഡ് കാർഡ് ഉൾപ്പെടെ വീട്ടിലുള്ള സകല ആൾക്കാരും ജാസ്മിനും ഗബ്രീനെ ടാർഗറ്റ് ചെയ്യാണ്. ഇതിൽ ഗബ്രി പോയി കഴിഞ്ഞാൽ ജാസ്മിനെ അവർ ടാർഗറ്റ് ചെയ്യത്തില്ല, അവർ വിട്ടുകളയും. ഇവിടെ ക്യാപ്റ്റനായ ജിൻഡോനെയും കൂടെ പിടിച്ചു വെച്ചിട്ടാണ് സിബിനും സായിയും ഒക്കെ കളിക്കുന്നത്. അവർ പറയുന്ന പല കാര്യങ്ങളും അവിടെ ജിൻഡോ ആവർത്തിക്കുന്നുണ്ട്. തെറ്റുകൾ പോയി വീഴുന്നുണ്ടോ ജിൻഡോ അവരുടെ വലയിലേക്ക് വീഴുമോ, അതോ ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതല്ലേ നല്ലത്? ഇനി കൂടുതൽ ജാസ്മിനെയും ഗബ്രീനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നെഗറ്റീവായി പോകുമോ? ആര്? പവർ ടീമും ബാക്കിയുള്ളവരും. എന്തിനാണ് ഒന്നിച്ച് കിടന്ന് അവരെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇന്ന് പവർ ടീം ഡെൻ ടീമിനെ കൂട്ടിയിട്ടു. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആരാണ് ജയിച്ചത്? ജാസ്മിനും ഗബ്രിയാണോ അതോ ഇവിടെ പവർ ടീമാണോ? നമുക്ക് നോക്കാം. ഇതിനകത്ത് വലിയൊരു ഗെയിം പ്ലാൻ നടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ പവർ ടീമിന്റെ പൂട്ടിയിടൽ സംഭവം സ്റ്റാർട്ട് ചെയ്തത് ജിൻഡോയാണ്. ജിൻഡോ അവിടെ ടാർഗറ്റ് ചെയ്തത് ഗബ്രീനെയാണ്. ജാസ്മിൻ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടില്ല. എന്നാലും വൺസ് ജാസ്മിനോ ഗബ്രിയിലോ ഒരാൾ പുറത്തായി കഴിഞ്ഞാൽ, ഗബ്രി ഔട്ടായി കഴിഞ്ഞാൽ അവിടെ ജാസ്മിൻ അവർ ഇനി ടാർഗറ്റ് ചെയ്യത്തില്ല. കാര്യം അവർക്കറിയാം ജാസ്മിൻ പിന്നെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത്. ഇവർ രണ്ടുപേരും നിൽക്കുന്നവർക്ക് രണ്ടുപേർക്ക് പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. കാര്യം പ്രേക്ഷക ശ്രദ്ധ നേടാം, പ്രേക്ഷകരിൽ നിന്ന് വോട്ട് കിട്ടും എന്നുള്ള പല കാര്യങ്ങൾ കൊണ്ട് ഇവർ സ്ട്രോങ് ആണെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് കഴിഞ്ഞ ഉടനെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ജിൻഡോനെ ആയിരിക്കും. അതിൻ്റെ ആദ്യ പടിയായിട്ട് തന്നെ ജിൻഡോനെ അവർ കൈക്കലാക്കി വെച്ചേക്കാണ്. അവർ ക്യാപ്റ്റനാക്കി, അവർ കൈക്കലാക്കി ജിൻഡോനെ വെച്ചേക്കാണ്. അവർ പറയുന്നതനുസരിച്ചാണ് ജിൻഡോ ഈ ആഴ്ച മൊത്തം ചെയ്യുന്നത്. കാര്യം ജിൻഡോ അത് ചെയ്യാൻ, ജിൻഡോ മണ്ടനൊന്നുമല്ല, ജിൻഡോ അത് ചെയ്യാൻ കാരണം ജിൻഡോയ്ക്ക് ഒരു ഭൂരിപക്ഷ ആൾക്കാരും ജിൻഡോയുടെ കയ്യിൽ കിട്ടണം. അങ്ങനെ കിട്ടി അടുത്ത ആഴ്ചയും ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് ജിൻഡോ അതിന് കൂട്ടു നിൽക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് കൂട്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ സംഭവം തുടങ്ങിയത് പവർ ടീം അല്ല. ഇന്ന് ഈ സംഭവം തുടങ്ങിയത് ജാസ്മിനെയും ഗബ്രീനെയും ഒന്നും അവർ ടാർഗറ്റ് ചെയ്തിട്ടുമില്ല. ഇന്ന് ജിൻഡോ വെറുതെ ഇരുന്നിട്ട് പറയാണ്, അതെ ശരണ്യെ നീ പോയിട്ട് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പറ ഈ ഡെന്നിന്റെ റൂം ഒന്ന് ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അവർ പവർ ടെസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ലോക്കായത് പവർ ടീമുകാരും അറിഞ്ഞില്ല, ഡെന്നിനകത്തിരിക്കുന്ന ആൾക്കാരും അറിഞ്ഞില്ല. അവസാനം ഡെന്നിനകത്തിരിക്കുന്ന ആൾക്കാരും വിചാരിച്ച് പിന്നെ തുറക്കാം എന്നുള്ളത്. പവർ ടീം അറിഞ്ഞിട്ടേയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് കത്ത് കിട്ടിയ ശേഷമാണ് പവർ ടീം മനസ്സിലാക്കിയത് ഡെന്നിന്റെ റൂം ലോക്കായി കഴിഞ്ഞു. അപ്പൊ അവർ വിചാരിച്ചു നമുക്ക് ഈ പവർ കാണിക്കണം, ഇത് പ്രേക്ഷകരിലേക്ക് എത്തണം, അതിനെന്തെങ്കിലും ഒരു സംഭവ വികാസം നടക്കണം. അപ്പൊ അവർക്ക് പറ്റിയ ടീമാണ് ഡെൻ ടീം. അതിനകത്ത് ഗബ്രി ഉണ്ട്, അതിനകത്ത് ജാസ്മിനും ഉണ്ട്. ജാസ്മിനെ അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അവര് ശ്രീരേഖയോട് പറഞ്ഞു, ജാസ്മിനില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ, നമ്മളിപ്പോൾ തുറന്നു കൊടുക്കില്ല, കാര്യം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഒരു കാരണം ഉണ്ടാക്കി. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അവർ സത്യസന്ധമായി തുറന്നു പറഞ്ഞു, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. രണ്ടാമത്തെ കാരണം ജാസ്മിൻ അവിടെ പോയി ഇരുന്നത് കൊണ്ടാണെന്നൊരു കാരണം അവരുണ്ടാക്കുകയാണ് ചെയ്തത്, അല്ലേ? അത് ഉണ്ടാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം പിന്നെ അവർ ശക്തമായി തന്നെ തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞ് ആദ്യം നമ്മുടെ ജാൻമണി പറഞ്ഞു നമുക്ക് അവസാനം തുറന്നു കൊടുക്കാം. സിബിൻ പറഞ്ഞു നമുക്ക് തുറന്നേ കൊടുക്കണം, അവരെ ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേ വേണ്ടത്, പക്ഷേ ഇത് പുറത്ത് നെഗറ്റീവ് ആകും എന്ന് വിചാരിച്ചിട്ട് അവരൊന്ന് അയഞ്ഞു. ആര്? പവർ ടീം ഒന്ന് അയഞ്ഞു. അത് കഴിഞ്ഞ് ഗബ്രി ഇവിടെ പ്രൊവോക്ഡ് ആയില്ലായിരുന്നു. ശാന്തമായി അതിനെ തുറന്നു തരുമോ ചേട്ടാ നമുക്ക് പെർഫോം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ ഡൗൺ ടു എർത്ത് ആയിട്ട്, കുറച്ചും കൂടെ ഒരു ഇമോഷണലി പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഗബ്രിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഗബ്രി എന്ത് ചെയ്തു? സ്വന്തം റൂഡായിട്ടുള്ള വർത്തമാനം കൊണ്ട് അവരെ പിന്നെ പ്രവോക്ക് ചെയ്തു. ക്യാപ്റ്റനെ മോശമായ രീതിയിൽ കുനിഞ്ഞു നിൽക്കുന്നവനെ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചു. അതേപോലെ തന്നെ പവർ ടീമിനെയും മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഇത് ഉപയോഗിച്ചത് കാരണം അവരെന്ത് ചെയ്തു? ശിക്ഷ കൊടുത്തു. ശിക്ഷ എന്താണ്? ഗബ്രി മാപ്പ് പറയണം എന്നുള്ളത്. അപ്പൊ ഗബ്രി എന്ത് ചെയ്തു? വാഷ്റൂമിന്റെ കാര്യം എടുത്തിട്ടു. നമ്മുടെ ജാസ്മിൻ പീരീഡ്സ് ആണ്, പാഡ് മാറ്റണം, ഇത് രണ്ടും അവരുടെ ഗെയിമായിരുന്നു. ജാസ്മിന് പീരീഡ്സ് ഒക്കെയാണ്, അതായിരിക്കാം, അതൊക്കെ അത് വിമൻ കാർഡ് എടുത്തിട്ടു ഈ വാഷ്റൂമിൽ. ഈ ഗബ്രിയുടെ വാഷ്റൂമിൽ അവർ വീണില്ല. വുമൻ കാർഡ്, അതായത് ജാസ്മിൻ്റെ ഈ പീരീഡ്സിന്റെ പ്രശ്നം പുറത്ത് നെഗറ്റീവ് ആകും എന്ന് വിചാരിച്ചാണ് അവർ തുറന്നു കൊടുത്തത്. ഇല്ലെങ്കിൽ അവർ തുറന്നു കൊടുക്കാൻ കുറച്ചും കൂടെ വൈകിയതിനെ അവർ തുറന്നു കൊടുക്കും. കാര്യം ഇത് പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവർ തുറന്നു കൊടുക്കാതിരിക്കത്തില്ല. ഗബ്രി മാപ്പ് പറയാനും പോകുന്നില്ല. ഗബ്രി മാപ്പ് പറയാം, പക്ഷെ ഗബ്രി മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അത് ഗബ്രിക്ക് നല്ലതായേനെ, അവരുടെ ബോണ്ടിങ്ങിന് നല്ലതായേനെ. കാര്യം അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ബോണ്ട് മോശമാണ്, ഫേക്കാണ്, അവരുടെ ഗെയിം ഫേക്കാണ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്കാണ്. അവർ കാണിക്കുന്ന ഈ നാടകം പ്രണയ നാടകമാണെന്ന് തെളിയിക്കാനാണ് പവർ ടീം ശ്രമിച്ചത്, സിബിനി ഉൾപ്പെടെയുള്ള പവർ ടീം ശ്രമിച്ചത്. അപ്പൊ അത് ഗബ്രിക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു. ഞാൻ മാപ്പ് പറയുന്നു, എൻ്റെ ജാസ്മിന് വേണ്ടിയിട്ട്, എൻ്റെ ഫ്രണ്ടാണ് അവള്, എന്തായാലും ഫ്രണ്ടാണല്ലോ, ലവർ ഒന്നും അല്ലെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുമല്ലോ, എൻ്റെ ഫ്രണ്ടാണ്, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് പറയുന്നു, അവൾക്ക് ആഗ്രഹമാണ്, അവൾക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് പുറത്തു പോകണം, ശരി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഗബ്രി അവിടെ വിജയിച്ചേനെ. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരായിട്ട് കുറച്ചൊക്കെ ഒന്ന് കണക്ട് ആവുമായിരുന്നു. അപ്പം അത് അവൾ ചെയ്തില്ല, ഗബ്രി ചെയ്തില്ല. പക്ഷെ എന്നിട്ട് അവർക്ക് അവസാനം പവർ ടീമിന് തോറ്റു കൊടുക്കേണ്ടി തന്നെ വന്നു. ഈ പീരീഡ്സിന്റെ പ്രശ്നം എടുത്തിട്ട് അവർക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് അവർ തുറന്നു കൊടുത്തു. അപ്പോൾ അവരുടെ വിജയം, അതായത് ജാസ്മിൻ്റെ
ഗബ്രിയുടെ വിജയം മാറ്റി അവർ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. സൂപ്പർ എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കെട്ടിപ്പിടിച്ച് നമ്മൾ ജയിച്ചു എന്നുള്ള രീതിയിൽ. ഇനി ഇതിനകത്ത് ജിൻഡോയുടെ കാര്യം പറയാം. ജിൻഡോ ഇവിടെ ക്യാപ്റ്റനാണ്. അപ്പോൾ ജിൻഡോ ഇവിടെ ആദ്യത്തെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അല്ല ക്യാപ്റ്റൻ. ക്യാപ്റ്റനെ ആര് വോട്ട് ചെയ്തിരുന്നില്ല. ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ക്യാപ്റ്റനാണ്. അപ്പോൾ ജിൻഡോ ആ വാക്ക് അവിടെ പറയേണ്ടിയിരുന്നില്ല. ഇത് വീക്കെൻഡിൽ ലാലേട്ടൻ ചോദിക്കുകയും പിന്നെ ജയിൽ നോമിനേഷൻ ഈ ഒരു കാര്യം പറഞ്ഞ് ജിൻഡോൻ്റെ അടുത്ത് ഇടുകയും ചെയ്യും. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ജിൻഡോ ഇപ്പം കണ്ണടച്ച് പവർ ടീമിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പവർ ടീമിൻ്റെ കൂടെ നിൽക്കുന്ന ആളല്ല ക്യാപ്റ്റൻ. കണ്ടസ്റ്റൻസിന്റെ കൂടെ നിന്ന് വീട് നോക്കി നടത്തുന്ന ആളാണ് ക്യാപ്റ്റൻ. പവർ ടീമിന്റെ കൂടെ നിൽക്കാം, എതിരെ നിൽക്കാം. പക്ഷെ പവർ ടീമിന് വേണ്ടി മാത്രം നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ജിൻഡോ മനഃപൂർവ്വം നിൽക്കുന്നതാണ്. ഇനി ഇവിടെ രാവിലെ ജിൻഡോയുടെ കാര്യം അതായത് കാലേ വാരി നിലത്തടിക്കുമെന്ന് ജിൻഡോ പറഞ്ഞില്ലേ. ഈ ഒരു സംഭവം സിബിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. സിബിനും സായി എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനു മുന്നേ വേറൊരു സംഭവം നടന്നു. അതായത് ഇന്നലെ തന്നെ റസ്മിൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജാസ്മിനെ കയറി പ്രൊവോക്ക് ചെയ്യരുത്, ജാസ്മിൻ്റെ അടുത്തേക്ക് പോകരുത്, അവൾ മെന്റലി വീക്കാണ്, പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ജിൻഡോ പറഞ്ഞു എന്നെ മണ്ടയ്ക്ക് കയറരുത് എന്നും പറഞ്ഞിരുന്നു. പക്ഷെ ജാസ്മിൻ രാവിലെ തൊട്ട് ജിൻഡോനെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിൻ. അപ്പോഴാണ് സിബിൻ വന്ന് പറഞ്ഞത്, ദേവി ഇനി അവൾ ട്രിഗർ ചെയ്യുമെന്നാൽ നീ പറഞ്ഞേക്കണം കാലയെ വാരി നിലത്തടിക്കുന്നു. ആ സംഭവം തന്നെയാണ് ജിൻഡോ ഇവിടെ കാലയെ വാരി നിലത്തടിക്കുന്നു പറഞ്ഞത്. ആ സംഭവം അത് പറയുന്നതിന് മുന്നേ തന്നെ ജാസ്മിൻ പവർ ടീമിന്റെ ആ ഒരു മീറ്റിംഗിൽ ജാസ്മിൻ പിന്നെയും ജിൻഡോനെ പ്രൊവോക്ക് ചെയ്തു. ആ പ്രൊവോക്കേഷനിൽ ജിൻഡോ വീണു. ജിൻഡോ ഈ സംഭവം പച്ചയ്ക്ക് സിബിൻ പറഞ്ഞ പോലെ അതേപടി ലൈൻ പറയുകയും ചെയ്തു. അത് ജിൻഡോയ്ക്ക് പണിയാവുകയും ചെയ്തു. അതിനെന്ത് ചെയ്തു, അവർ കോർട്ട് റൂം വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ക്ഷീണമായതുകൊണ്ട് നാളെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജിൻഡോയുടേത്. അപ്പോൾ ജിൻഡോ എനിക്ക് തോന്നുന്നു ജിൻഡോ സ്വന്തമായിട്ട് കുറച്ചും കൂടെ കളിക്കണം. പക്ഷേ ഈ ആഴ്ച ജിൻഡോ കളിക്കത്തില്ല. ജിൻഡോ ഇപ്പം നോക്കിയോ, ഈ ആഴ്ച പവർ റൂം തമ്മിൽ അടിച്ച് പിരിയുന്നത് വരെ ജിൻഡോ അവരുടെ കൂടെ ഉണ്ടാവും. പവർ റൂമിൻ്റെ കാര്യം അവർ പിരിയാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ഇങ്ങനെ പോയാൽ. ഇനി അതിന് പവർ റൂമിൻ്റെ കാര്യം ഞാൻ പറയാം, സിബിൻ്റെ കാര്യം ഞാൻ പറയാം. അതിന് മുന്നേ ഗബ്രിയുടെ കാര്യം. ഗബ്രി ഇവിടെ ഡിബേറ്റ് കോമ്പറ്റീഷൻ അല്ല വന്നത്. ഗബ്രി ഇവിടെ മറ്റേ വാഗ്വാദം വന്നിട്ട് ജയിക്കാനല്ല വന്നത്. ഗബ്രി ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്. ഗബ്രിക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാം. പക്ഷേ ഗബ്രി കൂടുതലും ഡിബേറ്റ് ആണ് ചെയ്യുന്നത്, ആർഗ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാത്തതിന് പകരം ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗബ്രി മര്യാദയ്ക്ക് സംസാരിക്കുന്നത് ജാസ്മിനോട് മാത്രമാണ്. വേറെ ആരോടും ഞാൻ കണ്ടിട്ടില്ല സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരോടൊക്കെ ഇങ്ങനെ ആർഗ്യൂ ചെയ്ത് എന്തൊക്കെയോ ജയിക്കാൻ വേണ്ടിയിട്ട് വർത്താനം തുരുതുരാ പറയുന്നത് തെറ്റാണ്. BB+ ഒക്കെ കണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ആർഗ്യൂ ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനത്തെ ഒരു ഗെയിം ഷോ അല്ല ഇത് പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ് ആൻഡ് റിയാലിറ്റി ഷോയാണ്. ഇതിനകത്ത് നമ്മൾ ഡിബേറ്റ് ഷോ അല്ല. അപ്പോൾ കുറച്ചും കൂടെ വർത്തമാനം കുറച്ച് ക്ഷമിച്ച് കുറച്ചും കൂടെ ഇമോഷണലി പ്രേക്ഷകരായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ ഗബ്രിക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഗബ്രി ബാക്കിയുള്ളവരോട് ആർഗ്യൂ ചെയ്ത് ഭയങ്കരമായിട്ട് വഴക്കിട്ട് നിൽക്കുകയും ജാസ്മിനോട് കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഗബ്രി ഇവിടെ നെഗറ്റീവായി പോകുന്ന നല്ലൊരു ഗെയിമറാണ്. ഇനി അടുത്തത് ജാസ്മിൻ ഗബ്രീനും ഒരിക്കലും പിരിക്കാൻ പറ്റില്ല. ഇന്ന് ഗബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ വന്ന് നിന്നാൽ പോലും ഞാൻ അവളുടെ കൈ വിടത്തില്ല. എന്നെ പിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവളെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ജന്മത്ത് നടക്കത്തില്ല. ഒന്നുകിൽ ഗബ്രി ഔട്ട് ആവണം, അല്ലെങ്കിൽ ജാസ്മിൻ ഔട്ട് ആവണം. ഇനി അടുത്തത് ടാസ്കിന്റെ കാര്യം ലാസ്റ്റ് പറയാം. പിന്നെ ഞാൻ സിബിന്റെ കാര്യം പറയാം. സിബിൻ അവിടെ മൊത്തത്തിൽ ഭരിക്കുകയാണ്. അത് സിബിന്റെ കഴിവാണ്. ബാക്കിയുള്ളവരുടെ കഴിവ് കേടാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. സിബിൻ അവിടെ ഭരിച്ചെടുക്കുകയാണ്, ഓവർ പവർ നിൽക്കുകയാണ്. പക്ഷേ അത് മാക്സിമം ഒരാഴ്ച ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു. കാര്യം ജാൻമണി അവിടെ ഇടഞ്ഞു തുടങ്ങി. സിബിൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല, സമയം തരുന്നില്ല. പക്ഷെ സിബിൻ അവിടെ എങ്ങനെയെങ്കിലും ചിരിച്ച് കളിച്ച് ജാൻമണീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പൊട്ടലുണ്ടാവും പവർ ടീമിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ. കാര്യം സിബിൻ പറയുന്ന കാര്യങ്ങളും ഒക്കെയാണ് അവർ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ജിൻഡോ കേൾക്കുന്നത്, എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ സായി ജിൻഡോനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സായി പറഞ്ഞ കാര്യങ്ങൾ ജിൻഡോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്ന് അറിയത്തില്ല. ഒരു മാക്സിമം ഒരു 2 ആഴ്ചത്തേക്ക് ഈ ഒരു ഇതുണ്ടാവും. അത് കഴിഞ്ഞ് ഇതൊക്കെ പൊട്ടിത്തകരും. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു ഡയമെൻഷൻ വരും. വീക്കെൻഡ് കഴിഞ്ഞ് ലാലേട്ടൻ എന്തെങ്കിലും ഇടുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും വികാസങ്ങൾ ഉണ്ടാവും. ഇനി പവർ ടീമും ബാക്കിയുള്ളവരും ഇങ്ങനെ ജബ്രി കോംബോനെ ടാർഗറ്റ് ചെയ്താൽ അവർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരിക്കലും അവർ വീക്കാവില്ല. അവർ ടാർഗറ്റ് ചെയ്യേണ്ടത് സേഫ് ഗെയിമേഴ്സിനെയാണ്. അവിടെ ഇരിക്കുന്ന കുറേ എണ്ണം ഉണ്ട് വെറുതെ പാട്ടും പാടി മിണ്ടാതെ ഇരിക്കുന്ന ആൾക്കാർ. അവരെ ടാർഗറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ്. കാര്യം സ്ട്രോങ് പ്ലെയേഴ്സ് ഒന്നിച്ച് നിൽക്കുകയും സ്ട്രോങ് പ്ലെയേഴ്സ് അവിടെ വേണം. എന്നാലേ നമുക്ക് കണ്ടന്റ് കിട്ടുള്ളൂ, നമുക്ക് ഗെയിം കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം നോക്കുമ്പോഴത്തേക്കും വോട്ടിങ്ങിലാണെങ്കിലും എന്തിനാണെങ്കിലും വീക്ക് പ്ലെയേഴ്സിനാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്ട്രോങ് പ്ലെയേഴ്സ് അവിടെ വേണം എന്നാണ് ഞാനും പറയുന്നത്. എന്നാലേ കളി കൊഴുക്കത്തുള്ളൂ. ഇനി അടുത്തത് ഗബ്രി ഇവിടെ ഒന്നാന്തരമായിട്ട് ഗബ്രിയും ജാസ്മിനും പവർ ടീമിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത്
ഫ്രം പവർ ടീമിന്റെ സ്ഥാനാരോഹണം തൊട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അതിനാണ് ജിൻഡോ വീണത്. പിന്നെ ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ നടന്നതും ജാസ്മിനും ഗബ്രിയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അവർ ഒറ്റക്കെട്ടായി നിന്ന് കളിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇന്നത്തെ ടാസ്ക് മെലോ ഡ്രാമ ടാസ്ക്. അതിനകത്ത് സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെച്ച അർജുനാണ്. എല്ലാവരും പറയുന്നത് അർജുന്റെ പേരാണ്. കാരണം അർജുനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അർജുനെ ഇതിനകത്ത് ലൈവിലേ ഉണ്ടായിരുന്നില്ല. അർജുനെ നമ്മൾ കണ്ടത് ജാൻമണിയായിട്ടാണ്. സൂപ്പറായിട്ട് ജാൻമണിനെ ചെയ്തു. ബാക്കി ആർക്കും അത് ചെയ്യാൻ പറ്റിയില്ല. അൻസിബ പറയുന്നുണ്ടായിരുന്നു അർജുൻ ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന്. അങ്ങനെ പറയരുത്. ഒരാൾ ഒരേപോലത്തെ തിരുവാതിര കോമ്പറ്റീഷൻ, എല്ലാവരും ഒരേപോലെയാണ് തിരുവാതിര കളിക്കുന്നത്. ആ കുട്ടി കളിച്ച പോലെ ഞാൻ കളിക്കില്ലെന്ന് പറയാൻ പറ്റും. ആ കുട്ടിയെക്കാട്ടി മികച്ചതായിട്ട് കളിക്കാൻ നോക്കണം അല്ലേ? അപ്പൊ ഇവിടെ ടണൽ ടീം മെലോ ഡ്രാമ രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. ഡെൻ ടീം പ്രസന്റ് ചെയ്തത് സ്കിറ്റ് രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ആസ്വദിച്ചത്. ഞാൻ പേഴ്സണലി ആസ്വദിച്ചത് ഡെന്നിൻ്റെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡെന്നിൻ്റെയാണ്. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മെലോ ഡ്രാമയാണ്. പക്ഷേ ഇതിനകത്ത് 177 പോയിന്റ്സ് ഒന്നും ടണൽ ടീമിന് കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും, അതായത് ഡെൻ ടീമിന് 113 പോയിന്റ്സും ടണൽ ടീമിന് 177 പോയിന്റും. ഇത്രയും പോയിന്റിന് വ്യത്യാസത്തിന്റെ ആവശ്യം ഇല്ല. അത്രയൊന്നും ഭയങ്കരമായി, കാരണം ഭയങ്കര വ്യത്യാസം, അത്രയും വ്യത്യാസത്തിലായിട്ട് ഭംഗിയായിട്ട് ടണൽ ടീം കളിച്ചിട്ടില്ല. അവർക്കും ഒരുപാട് ഓവറായ, കുറച്ചൊക്കെ ഒരു ലാഗ് ആയിരുന്നു. പിന്നെ അവർക്ക് തന്നെ അറിയാം കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ ക്യാരക്ടറൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല അൻസിബയ്ക്കൊന്നും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ജാസ്മിൻ തന്നെ ജാസ്മിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നു. അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡെൻ ടീം അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ടീമിൽ തുടക്കമേ പിഴച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്. ഇനി അടുത്ത കാര്യം പറയാൻ നോറയുടെ കാര്യമാണ്. നോറ ജാൻമണിയുടെ കാര്യം ഇടാൻ നോക്കി, പക്ഷേ സായിക്കും അബിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഇത് പേഴ്സണൽ ഗ്രഡ്ജായിട്ട് മാറും എന്നുള്ളത്. പിന്നെ അവർക്ക് മനസ്സിലായി എല്ലാവരും ജാൻമണിയെ എടുത്തിട്ട് കളിച്ചാണ് മാർക്ക് മേടിച്ചത്. പിന്നെ അവർക്ക് മനസ്സിലായി. ഇനി അടുത്തത് അപ്സര ജാസ്മിൻ ഗബ്രി. ഇത് പെട്ടെന്ന് പൊട്ടും. കാര്യം അപ്സരയ്ക്ക് ഒട്ടും പറ്റുന്നില്ല ജാസ്മിനെ, അതേപോലെ തന്നെ അർജുനും ഒട്ടും പറ്റുന്നില്ല. പിന്നെ ഇന്ന് അൻസിബ ഒരു തെറ്റ് പറഞ്ഞു ഗബ്രിയെ കുറിച്ചിട്ട്. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണെന്ന്. അൻസിബേനെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തു. ഗബ്രി നല്ല ട്രിഗർ ചെയ്യാൻ നോക്കി. അൻസിബയ്ക്ക് നല്ല ദേഷ്യം വന്നു. പിന്നെ ഗബ്രിയോട് നമുക്ക് ആർക്കും സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. ശ്രീരേഖ ചേച്ചി അല്ലാണ്ട് വേറെ ആർക്കും ഗബ്രിയോട് നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ജാസ്മിന്. കാര്യം ആ സംസാരത്തിന് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അൻസിബയ്ക്ക് ദേഷ്യം വന്ന് പറഞ്ഞു. പക്ഷെ അത് പറയാൻ പാടില്ല. ഒരിക്കലും ഒരു മെൻ്റൽ ഇൽനെസ് വെച്ചിട്ട് അങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ല. ഇനി നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് 16 കിച്ചൺ പാട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കിച്ചണിൽ പാട്ട് നടക്കുകയാണ്. എന്താണ് ആ കിച്ചണിൽ പാട്ട് കിടക്കുകയാണ്. അപ്പോഴത്തേക്കും സിബിൻ ഫ്രീസ് എന്ന് പറയുന്നു. അപ്പോൾ ഫ്രീസ് ആകുന്നു. പിന്നെയും ഫ്രീസ് പറയുന്നു. പിന്നെയും ഫ്രീസ് ആകുന്നു. അപ്പോൾ ജിൻഡോ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഇന്ന് വെക്കാറ് കൂട്ടടിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മെലോ ഡ്രാമ ടാസ്ക് വരുന്നു. അതിനെക്കുറിച്ച് വിവരണം ഉണ്ടാകുന്നു. ആ വിവരണം നടത്തിയ ശേഷം പറയണം അതിൻ്റെ ടാസ്കിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. അപ്പം ജിൻഡോ പോയിട്ട് പതുക്കെ ശരണ്യെ നീ ഒന്ന് ലോക്ക് ചെയ്യാൻ പറഞ്ഞു നോക്ക്, ക്യാമറ എടുത്ത് ഒന്ന് ലോക്ക് ചെയ്യാൻ പറഞ്ഞു നോക്ക്. അങ്ങനെ ലോക്കായി പോകുന്നതാണ്. അപ്പം ശരണ്യ പോയിട്ട് ക്യാമറ മുന്നിൽ ഞാൻ പവർ ടീമാണ്, എൻ്റെ കൂടെ ക്യാപ്റ്റൻ ഉണ്ട്, ബിഗ് ബോസ് പ്ലീസ് ഡെൻ റൂം ലോക്ക് ആക്കാമോ? ആക്കുന്നില്ല. അയ്യോ ആയില്ല കേട്ടോ. ശരി ആയിട്ടില്ല, നീ ഒന്നും കൂടെ പറഞ്ഞു നോക്കുക. അങ്ങനെ ഒന്നും കൂടെ പറഞ്ഞു നോക്കുന്നു. അപ്പം ലോക്കായി. പിന്നെ കാണിക്കുന്ന ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ലെറ്റർ വരെയാണ്. പൂജ അത് എടുത്തുകൊണ്ട് വരുന്നു. അതായത് പവർ ടീമിൻ്റെ ആഗ്രഹപ്രകാരം ഡെൻ റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ്. എടാ ഇതാടാ പവർ, സൂപ്പർ, ഇതാണ് പവർ. ഇങ്ങനെയാണ് പവർ ഉപയോഗിക്കേണ്ടത്. കണ്ട, ഇതാണ് പവർ. നമ്മളിനൊരു പൊളിക്കും. സൂപ്പർ ജാസ്മിനെ, ഇതാണ് പവർ എന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ ഇല്ലാണ്ട് കളിക്കുക ചേച്ചി, ജാസ്മിൻ അതിനകത്തല്ലേ, കുഴപ്പമില്ല, ഞാൻ അറിഞ്ഞില്ല ജാസ്മിൻ. അതായത് ഇവർ പറഞ്ഞിട്ടാണ് ലോക്കാക്കിയത് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല, അറിയാണ്ട് ലോക്കായി പോയതാണ്. അല്ലാണ്ട് ഇവർ പറഞ്ഞിട്ട് ലോക്കാക്കിയതല്ല. അതായത് ഇവർ പറഞ്ഞു വെറുതെ ലോക്കാക്കി ട്രയൽ ചെയ്തതാണ്. അല്ലാണ്ട് ഇവർ അറിഞ്ഞിട്ട് ജാസ്മിനും ഗബ്രി അതിനകത്തുണ്ട്, നമുക്ക് ഇവരെ ലോക്ക് ചെയ്ത് കളിക്കാം, അങ്ങനെ ചെയ്തതല്ല. മനസ്സിലാക്കിക്കോ. അപ്പോൾ അത് പറയുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട് കളിച്ചോ, നമ്മുടെ ഗെയിമാണിത്, നമ്മുടെ ഗെയിം. അപ്പോൾ ഗബ്രി ഓഹോ, അപ്പം നമ്മളെ പുറത്താക്കാനുള്ള പരിപാടിയാണല്ലേ? അതെ, പിന്നെ നമ്മൾ ഡെൻ ടീം നിങ്ങളെയാണ് പുറത്താക്കേണ്ടത്. അപ്പോൾ അർജുൻ അല്ല അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഗബ്രി ആക്ടിവിറ്റി ഏരിയയിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഗബ്രി നോക്കിയിരുന്നു. അപ്പോൾ സിബിൻ പറഞ്ഞു നമുക്ക് കളിക്കാൻ പറ്റും, ബിഗ് ബോസ് അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം അപ്സര ചേട്ടാ ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റുമോ? അപ്പം സിബിൻ അതൊന്നും നമുക്കറിഞ്ഞൂടാ, നോക്കാം നമുക്ക്. അപ്പോൾ ജാസ്മിൻ ഓഹോ, ഞാൻ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഞാനിങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ സമ്മതിച്ചു. ജാസ്മിൻ മിസ്റ്റേക്ക് സമ്മതിക്കുകയാണേ. അപ്പോൾ ജാൻമണി എന്ത് പറ്റി അർജുൻ, ജാൻമണി തീർന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ നോക്കിക്കോ, ഇതുപോലെ അവർ നോമിനേഷനിലും ജയിൽ നോമിനേഷനിലും ഒക്കെ എടുത്തിടും ഈ പവർ, നോക്കിക്കോ, ഫുള്ള് ലോക്ക് ഡോർ ചെയ്യും, നോക്കിക്കോ. അപ്പോൾ ജാസ്മിൻ ജനാധിപത്യം ഹ്യൂമാനിറ്റി എന്താ അല്ലേ? അപ്പോൾ ഗബ്രി എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ പറയുന്നു ഡെൻ റൂം
റൂം തുറക്കൂ, ഒന്നും തുറക്കണില്ല. അപ്പോൾ ഗബ്രി എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഗബ്രി ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. എടോ ടാസ്കിന്റെ സമയത്ത് തനിക്ക് നാണോ ഇല്ലേടോ ഇങ്ങനെ മറ്റുള്ളവരെ താങ്ങി നടക്കാൻ ജിൻഡോനെ? എടോ താൻ ക്യാപ്റ്റൻ അല്ലേടോ, താൻ ക്യാപ്റ്റൻ, താൻ തുറക്കണോ എന്ന് പറയുമ്പോഴത്തേക്ക് ജിൻഡോ തുറക്കത്തില്ല, പവർ റൂമാണ് ഇത്, പവർ റൂമാണ്, ഇങ്ങനെയാണ് പവർ റൂം ചെയ്യേണ്ടത്. അപ്പം സിബിൻ അവിടെ ടണൽ ടീമിൻ്റെ അടുത്ത് എടാ സോറി ജാസ്മിൻ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല, എന്ത് ചെയ്യണം, ജാസ്മിനെ പുറത്തിറക്കണോ അതോ നിങ്ങൾ കളിക്കൂ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഋഷി ഇതാണ് പവർ, നമ്മളിത് യൂസ് ചെയ്യണം, ഇങ്ങനെയാണ്. അപ്പം ശ്രീരേഖ അയ്യോ അത് നമുക്ക് അപ്പം ജാൻസിമ പറഞ്ഞിട്ട് നമുക്ക് നല്ലതായി, കാര്യം അവളില്ലാണ്ട് നമുക്ക് കളിക്കാമല്ലോ. അപ്പോഴത്തേക്കും സിബിൻ പറയുന്നത് നമ്മൾ ഫെയർ ആവണോ അതോ അൺഫെയർ ആവണോ? അപ്പോൾ ശരണ്യ നമ്മളടുത്ത് ബിഗ് ബോസ് പറഞ്ഞല്ലേ ഇങ്ങനെ കളിക്കണം എന്നുള്ളത്, അങ്ങനെ തന്നെ കളിക്കാം എന്ന് പറഞ്ഞു. ഇത് ബിഗ് ബോസ് കളിച്ചൊരു ഗെയിമും കൂടിയാണ് കേട്ടോ, ബിഗ് ബോസും പവർ ടീമും ബിഗ് ബോസും കൂടെ കളിച്ചൊരു ഗെയിമാണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരണ്യ പറയുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നത് നമുക്ക് കേൾക്കാൻ, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിബിൻ ഇതാണ് പവർ. അപ്പോൾ ജാൻമണി നമുക്കൊരു കാര്യം ചെയ്യാം, 2 പെർഫോമൻസ് കരഞ്ഞ് നമുക്ക് ഇവരെ തുറന്നു വിടാം. അപ്പോൾ സിബിൻ നമുക്ക് തുറന്നു വിടണ്ട, നമുക്ക് പവർ പുറത്തേക്ക് പോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നാ അങ്ങനെ നമുക്കപ്പോൾ ഗ്യാസിൻ്റെയും എസിയുടെയും ഒക്കെ കൺട്രോൾ ഉണ്ട്, സൂപ്പർ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ഇതാണ് പവർ, ഗബ്രി ഇതാണ് പവർ. അപ്പോൾ താൻ ക്യാപ്റ്റൻ അല്ലേ, അടിമയാണോ അടിമ? അപ്പോൾ അപ്സര നമുക്ക് എന്തോന്ന് പറയുക, നമ്മളിതിനകത്ത് ഇല്ലല്ലോ, നമ്മളെന്തിനു വെറുതെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അപ്പം റസ്മിൻ മിണ്ടാതിരിക്കും, ഗബ്രി നീ ഒന്നും മിണ്ടാതിരിക്കേ, വെറുതെ അവരോട് വാഗ്വാദം പറയാൻ പോവാതെ മിണ്ടാതിരിക്കും, പണി കിട്ടും, എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ല. അപ്പം ജാസ്മിൻ നീ ഒന്നും മിണ്ടാതിരിക്കുക ഗബ്രി, വഴക്കിടാതെ മിണ്ടാതിരിക്കുക. അപ്പം ഗബ്രി ഞാൻ പറഞ്ഞാലാണോ കുറ്റം, ഞാൻ പറയണതൊക്കെ ഇപ്പം തെറ്റാണോ? നമുക്ക് എത്ര നാൾ പൂട്ടിയിട്ട് നോക്കാമല്ലോ, നോക്ക് എടാ മിണ്ടായിരിക്കും, അവർ എനിക്കെതിരെയാണ് കളിക്കുന്നത്, അത്രേ ഉള്ളൂ, അവർ എനിക്കെതിരെ കളിക്കുന്നത്. അപ്പം അപ്സര എന്താണെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്യും, നമ്മൾ മിണ്ടായിരിക്കും, അവർ തുറന്നു വിടും, നിങ്ങൾ സമാനപ്പെടും. ജാസ്മിൻ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ആഹാ ഞാൻ ഇവിടെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്, അല്ല വേറൊന്നുമല്ല. അപ്പം അപ്സര നീ എന്തിനടി ഇവിടെ കയറി വന്നത്, എന്തിനു വന്നത്? ഞാൻ അർജുൻ വിളിച്ചിട്ടാണ് വന്നത്. ശരി. അപ്പം ഗബ്രി എനിക്ക് വാഷ്റൂമിൽ പോകണം, ഞാൻ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വൃത്തിയേടാക്കും. അപ്പം ജിൻഡോ നീ അവിടുത്തെ ഇതാണ് ലെറ്റർ, ബിഗ് ബോസ് തന്ന ലെറ്ററാണ്, നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല, പവർ റൂമിൻ്റെയാണ്. എടോ തനിക്ക് നാണോ ഇല്ലേടോ, തനിക്ക് തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലേടോ? അപ്പോൾ ജിൻഡോ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, എന്നെ വോട്ട് ചെയ്തവർക്കുള്ള ആളാണ് ഞാൻ, നിങ്ങളുടെ ക്യാപ്റ്റൻ അല്ല. ഓഹോ അപ്പം നിങ്ങൾ എൻ്റെ ക്യാപ്റ്റൻ അല്ല അല്ലേ? എടോ ഉളുപ്പ് വേണോടോ, ഉളുപ്പ്, താനൊരു ക്യാപ്റ്റൻ ആണോടോ? തനിക്ക് ക്യാപ്റ്റൻഷിപ്പിൻ്റെ ഇതാണല്ലേ? അയ്യേ തനിക്ക് നാണം ഉള്ളോടോ, തനിക്ക് ഇങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ അല്ല അല്ലേ? എടോ പവർ ടീമിൻ്റെ അല്ല ക്യാപ്റ്റൻ വേണം, നമ്മുടെ ക്യാപ്റ്റൻ ആവേണ്ടത് കേട്ടോ. തിരിച്ച് ബഹുമാനം നിങ്ങളോട് അങ്ങോട്ട് കാണിച്ചാൽ ഇങ്ങോട്ടും കാണിക്കും കേട്ടോ. എന്ത് പൊട്ടനാണോ ഇയാൾ എന്ന് റസ്മിൻ. എൻ്റെ ഇടയ്ക്കുള്ള ജിൻഡോ ക്യാമറയെ നോക്കിയിട്ട് ബിഗ് ബോസ് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം, ഒന്നെങ്കിൽ നിങ്ങൾ തുറന്നു കൊടുക്കണം ഇങ്ങനെ. എന്നിട്ട് ജിൻഡോ നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, ക്യാമറ നോക്കിയിട്ട് അപ്പം ഗബ്രി ക്യാമറ നോക്കി, മാനസിക പരിഗണന ഒട്ടുമില്ല, നമ്മളെ ഭക്ഷണം പോലും തരാതെ ഇട്ടേക്കുന്ന ഈ ക്രൂരന്മാർക്കെതിരെ നടപടി എടുക്കണം, നിങ്ങൾ കണ്ടില്ലേ നമ്മളെ ഇട്ടേക്കുന്നത്? അപ്പോൾ ജിൻഡോ പോയിട്ട് പവർ ടീമിൻ്റെ അടുത്ത് ഞാനിതുകൊണ്ട് കാണിച്ചു കൊടുത്ത്, എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ പിന്നെ നിങ്ങളുടെ ക്യാപ്റ്റൻ അല്ലല്ലോ. ഓ സൂപ്പർ ജിൻഡോ കേട്ടോ, സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗബ്രി മാനസിക പരിഗണന പോലും തരാത്ത ആൾക്കാർ, അയ്യോ കഷ്ടം തന്നെ, വാഷ്റൂമിൽ പോലും പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പം ജാസ്മിൻ പവർ റൂമിലെ സ്ട്രൈറ്റ്നർ കൊണ്ട് തന്നിട്ട്, പവർ റൂമിലെ ആൾക്കാരാണ് എനിക്ക് സ്ട്രൈറ്റ്നർ കൊണ്ട് തന്നിട്ട്, എന്നിട്ട് കണ്ടില്ലേ ഞാൻ ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരുന്നത്, എന്നിട്ട് ഈ ചതി കാണിക്കണ്ടായിരുന്നു. അപ്പൊ ഗബ്രി മാനുഷിക പരിഗണന പോലും തരാല്ല, ഉടായിപ്പ് ക്യാപ്റ്റൻ, നിനക്ക് ഉടുപ്പുണ്ടോടോ, വന്ന് കുനിഞ്ഞു നിൽക്കും, അവരുടെ അടുത്ത് പോയി കുനിഞ്ഞു നിൽക്ക് എന്നിട്ട് കുനിഞ്ഞു നിൽക്കുന്നത് തെറ്റാണോ, എന്നാ പിന്നെ കുമ്പിട്ട് നിൽക്ക്, നിന്നെ ഉടായിപ്പെന്നേ വിളിക്കും, ഉടായിപ്പ് ക്യാപ്റ്റൻ ഗബ്രിയെ. അപ്പൊ സിബിൻ എല്ലാവരും ഇരിക്കും, നമുക്ക് മെലോ ഡ്രാമ കാണാം, ബാ ഇവിടെ ഇരിക്കും എല്ലാവരും. അപ്പൊ ഇനി നമുക്ക് എന്താണ് മാനുഷിക പരിഗണന ഡ്രാമ കാണാം, ഇരിക്കും. അപ്പൊ ജാസ്മിൻ ടാസ്കിൽ പങ്കെടുത്തത് ഞാൻ കക്കൂസ് കഴുകത്തേ ഇല്ല, ഇതിനെ പങ്കെടുപ്പിച്ചില്ലെങ്കിൽ കഴുകണ്ട. അപ്പൊ സിബിൻ ഫെയർ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഗബ്രി സിബിനെ, ഉളുപ്പില്ലാത്ത സിബിനെ, നിനക്ക് നാണം ഉണ്ടോടോ ഇങ്ങനെ നിൽക്കാൻ? ശരണ്യെ നീ ഒരു ഷോ പീസ് ആണോ പാർട്ടി? നീ ഷോ പീസ് തന്നെ, ഞാൻ ഷോ പീസ് അല്ലടോ, ഇതാണ് പവർ എന്ന് ശരണ്യ പറയണേ. അപ്പൊ സിബിൻ ഞാൻ കൊന്നാലും തുറക്കത്തില്ല, കൊന്നാലും. അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സിബിനെ നീ കാണിക്കുന്നത്? അപ്സര നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? ഗബ്രിയും ജാസ്മിനും മാത്രമാണ് ഇവിടെ തെറ്റ് ചെയ്തത്. ഇപ്പൊ ജാസ്മിൻ ഞാൻ പിടിച്ച് നിൽക്കാം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളും. അപ്പോൾ എനിക്ക് ചക്ക വേണം, ചക്ക കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ എനിക്ക് ചക്ക വേണം, അവസാനം ചക്കയും പൈനാപ്പിളും വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആർക്ക്? പവർ ടീം, ഇവർക്ക് ഡെന്നിൻ റൂമിലെ ആൾക്കാർക്ക്. അത് കഴിഞ്ഞിട്ട് ജാൻമണി പറയാണ് ജാസ്മിൻ കഴിക്കൂ, ജാസ്മിൻ ചക്ക ഓരോരുത്തരെടുക്കൂ, ഓരോരുത്തർ പൈനാപ്പിൾ എടുക്കൂ. അത് കഴിഞ്ഞ് ജാസ്മിൻ കഴിച്ചിട്ട് ഡ്രസ്സിലൊക്കെ തേച്ച് വെക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് അയ്യോ എന്നെ തുറന്നു വിടൂ ലേലുവല്ല. അപ്പം ഗബ്രി നീ കോമഡി ആക്കാതെ സീരിയസ് ആക്കുക, എന്നാലേ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം ജാസ്മിൻ രാവിലെ നോക്കിക്കോ, എനിക്ക് ഇത്രയും വലിയ തെറ്റൊന്നും എന്നോട് ചെയ്യേണ്ട ആവശ്യമില്ല, ദയവ് ചെയ്തിട്ട് ഒന്ന് കേൾക്കൂ പ്ലീസ്. ജിൻഡോ കേൾക്കൂ. അപ്പം കേൾക്കാൻ പറ്റുന്നില്ല, ജിൻഡോ കേൾക്കൂ. രാവിലെ നിങ്ങൾ എൻ്റെ കാല് വാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കുന്നില്ല. രാവിലെ നിങ്ങൾ എൻ്റെ കാല് വാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കുന്നില്ല, നിങ്ങൾ കേൾക്കണ്ട. അപ്പം സിബിൻ ഗബ്രി ഒരു കാര്യം ചെയ്യൂ, നിക്ക്
നീ 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 ഉടനെ സിബിൻ പാപ്പാ ഗബ്രി വലിയൊരു സാധനം തന്നിട്ടുണ്ട്, വലിയ സാധനം. അതായത് അവൻ ജിൻഡോനെയും എന്നെയൊക്കെ മോശം പറഞ്ഞു, കുനിഞ്ഞ് നിന്ന് നിൽക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര മോശമാണ്, നമുക്കൊരു കാര്യം ചെയ്യും, ഒരു പ്ലാൻ ഇടാം. അതായത് ഗബ്രിയെ കൊണ്ട് മാപ്പ് പറയിക്കണം. ഗബ്രി ജിൻഡോനെ പവർ ടീം എടുത്ത് മാപ്പ് പറഞ്ഞാൽ നമുക്ക് അവർ തുറന്നു വിടാം. ഓക്കെ ഓക്കെ. അങ്ങനെ പവർ ടീം എല്ലാവരും കൂടെ ജണ്ടൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് സർവാധികാരികളായ പവർ ടീം നിങ്ങളെ ഡോറ് ലോക്ക് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ തുറന്നു വിടാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ലോക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഗബ്രി എന്ന് പറഞ്ഞ ആള് വളരെ മോശമായി ക്യാപ്റ്റനോട് പവർ ടീമിനോട് പെരുമാറി. ഗബ്രി മാപ്പ് പറഞ്ഞാൽ തുറന്നു വിടാം. അപ്പൊ ഗബ്രി പിന്നെ ഇപ്പൊ തന്നെ മാപ്പ് പറയില്ലല്ലേ? ഓക്കെ ശരി. അയ്യോ എനിക്ക് പീരീഡ്സ് ആണ്, എനിക്ക് തുറന്നു വിടണം, ഞാൻ കാല് പിടിക്കാന്ന് ജാസ്മിൻ. അപ്പൊ പൂജ നീ ഗബ്രിയോട് പറയേ, അവർ തുറന്നു വിടും. ഗബ്രിയോട് പറയേ. അപ്പൊ ജാസ്മിൻ നിങ്ങളുടെ മുന്നിലല്ലേ പറയേണ്ടത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈ കൂപ്പിയാണ്, എന്നെ തുറന്നു വിടും. ജാസ്മിൻ ഇപ്പോൾ എനിക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ പോകണ്ട. ആ കളി എന്നോട് വേണ്ട. അപ്പൊ അപ്സര ഗബ്രിയാണ് തെറ്റ് ചെയ്തത്, നമ്മളെ തുറന്നു വിടും. അപ്പൊ സിബിൻ മാനുഷിക പരിഗണന തരാത്ത, അയ്യോ ഇപ്പൊ നിനക്ക് മാനുഷിക പരിഗണന ഇല്ലേടേ, ഇപ്പൊ നിനക്ക് ബാത്റൂമിൽ പോണ്ടേ ഗബ്രി, എന്ത് പറ്റി ഗബ്രി, നിനക്ക് ഇപ്പൊ ബാത്റൂമിൽ പോണ്ടേ? ഇത് മോശമാണ് ശരണ്യ. അപ്സര എന്ത് മോശമാണ്? അങ്ങനെ ശരണ്യയും അപ്സരയും കൂടെ വഴക്കാവുന്നു. അപ്പൊ സിബിൻ പറയാണ്, എടാ നിന്റെ ഏട്ടനാണ്, സഹോദരനാണ്, ചേട്ടനാണ്, അനിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് ഒരു മാനുഷിക പരിഗണന ഇല്ലേ നിന്റെ ജാസ്മിനോട്? നിനക്ക് അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ ശരി. എന്നാൽ പവർ ടീമും വീട്ടുകാരും കൂടെ ഒരു തീരുമാനം എടുക്കുന്നു, ഇത് പീരീഡ്സിന്റെ കാര്യമാണ്, പെൺകുട്ടിയുടെ വിഷയമാണ്, വുമൺ കാർഡാണ്, നമുക്ക് തുറന്നു കൊടുത്തേ പറ്റുള്ളൂ, തുറന്നു കൊടുക്കാം. ഓക്കെ നിങ്ങൾക്ക് തുറന്നു തരാൻ പോവുകയാണ്. നമ്മുടെ ഈഗോവിനെ അല്ലെങ്കിൽ നിന്റെ ഈഗോനെ കട്ടി വലുതാണ് എനിക്ക് ഇവിടുത്തെ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞ് പവർ ടീം തുറന്നു കൊടുക്കുകയാണ്. ജാസ്മിൻ ഗബ്രി നമ്മൾ പിന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡാ എന്ന് പറയുന്നുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ പെർഫോമൻസസ് നടക്കുന്നു, 3 പേരും അതിമനോഹരമായി പെർഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നോറയും ജാസ്മിനും ജിൻഡോയും. നോറ ഇവളുടെ പീരീഡ് സമയത്ത് വുമൺ കാർഡ് ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ജാസ്മിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോൾ അബി അങ്ങനെ പറയും, കാര്യം നിങ്ങൾക്ക് ആ സമയം വരെ നിങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറയും, ആ സംഭവം പറയുമായിരുന്നു. അപ്പൊ ജാസ്മിൻ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ടെന്ന്. ഇല്ല, തെറ്റ്. ജാസ്മിൻ ആദ്യം കൈകൂപ്പി പറഞ്ഞത് എനിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങണം എന്നാണ്. പിന്നെയാണ് ജാസ്മിൻ അവിടെ നിന്ന് ഗബ്രിയോട് ചോദിച്ചിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോഴാണ് ജാസ്മിൻ അവിടെ മാറ്റിയിട്ട് എനിക്കിപ്പോൾ പോണ്ട എന്ന് ആക്കിയത്. അത് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോ എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് വേണമെങ്കിൽ ഒരു സോറി പോലും പറയാൻ പറ്റും. നിനക്ക് വേണ്ടിയിട്ട് ഗബ്രിക്ക് ഒരു സോറി പോലും പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത്? എനിക്ക് വേണ്ടി എന്തിനാ അവ സോറി പറയണം? എനിക്ക് വേണ്ടി അവൻ സോറി പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ലല്ലോ. അപ്പം അബി നിങ്ങൾക്ക് ഒന്നിച്ച് കളിക്കാം, അപ്പൊ പിന്നെ സോറി പറഞ്ഞൂടെ ഒരാൾക്ക് വേണ്ടിയിട്ട്? അപ്പം സിബിൻ അവിടെ നിന്ന് അങ്ങോട്ട് വന്നാട്ടെ. ഞാൻ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ വിളിച്ചു പോകുന്നത്, എനിക്ക് മനസ്സിലായി. അപ്പൊ സിബിൻ ഇപ്പൊ ആരാ ജയിച്ചത്? നന്മ ജയിച്ചു, തിന്മ തോറ്റു. അപ്പൊ തോട്ടിൽ പോയ കണ്ടന്റ്. അപ്പൊ ജാസ്മിൻ ഗബ്രി അപ്പൊ ഗബ്രി മാപ്പ് പറയുന്ന ശിക്ഷയാണോ? അപ്പൊ അബി പറയാണ് അതെ ശിക്ഷയാണ്. അപ്പം അത് ശിക്ഷയാണല്ലേ? അപ്പം ശരി, അങ്ങനെയാണെങ്കിൽ അപ്പം ഗബ്രി മാപ്പ് പറയുന്ന ശിക്ഷയാണല്ലേ? ശിക്ഷയാണ്. അത് ശിക്ഷയായിട്ടാണ് കാണുന്നത്. അതെ ശിക്ഷയായിട്ട് തന്നെ കാണുന്നത്. അപ്പം സിബിൻ അവിടെ പാവം ഒരു ദേവകനായ പയ്യനെ പിടിച്ചിട്ട് കഷ്ടം. അപ്പം ജിൻഡോ കഷ്ടം തന്നെ, ഇതൊക്കെ അബീനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ജിൻഡോ രക്ഷപ്പെട്ടെ, അവസാനം അബീനെ പിടിച്ച് വെച്ചിട്ട് ജാസ്മിൻ അവിടെ ചോദ്യം ചെയ്യുകയാണ്. കഷ്ടം തന്നെ, ഇനി അവൻ്റെ പുറം നടക്കണത്. പാവപ്പെട്ട ഒരു ദേവപയ്യനെ പിടിച്ച് വെച്ച് കഷ്ടപ്പെടുന്നു. അപ്പം അബി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഞാൻ അവളെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്, എന്തുകൊണ്ട് അവൾ പവർ ടീമിനോട് ചോദിക്കുന്നില്ല എന്നുള്ളത്. ജാസ്മിൻ നിനക്ക് എന്തുകൊണ്ട് പവർ ടീമിനോട് ചോദിക്കാൻ പറ്റില്ല? അപ്പൊ ജാസ്മിൻ ദേവഗണം അസുരഗണം അങ്ങനെയൊക്കെ ആയല്ലേ? ജിൻഡോയെ മാറ്റി, കാര്യം അയാൾ വിഡിതം വിളിച്ച് പറയുന്നറിയാം. നീ കൈയൊഴിയുകയാണ് അല്ലേ? ശരി ശരി ശരി, ഇനി എന്തൊക്കെ വന്നാലും ഗബ്രിയും ജാസ്മിനും കളിക്കും, നമുക്ക് നോക്കാം. അപ്പൊ അബി കളിക്ക്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കളിക്ക്, അപ്പോൾ അടുത്ത ഓണത്തിന് കാണാം കേട്ടാ. അപ്പൊ ജാസ്മിൻ കണ്ണ് തുടച്ചിട്ടിരുന്നോ? അപ്പൊ സിബിൻ അപ്പൊ ജാസ്മിൻ അത് കഴിഞ്ഞ് ഗബ്രിയും ജാസ്മിനും കൂടെ എടാ താങ്ക് യുടാ, നീ എൻ്റെ കൂടെ നിന്നതിന് താങ്ക് യു. എനിക്കറിയാം ഇന്ന് ടണൽ ടീം ജയിക്കത്തില്ല എന്ന്, എനിക്കറിയാം ഇന്ന് ടണൽ ടീമേ ജയിക്കുള്ളൂ എന്ന്. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു. രാവിലെ BB+ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. രാവിലെ ജിൻഡോ വന്ന് പറയുന്നുണ്ട് നമുക്കൊരിക്കലും അവർ നമ്മൾ കാരണം ഇപ്പോൾ ഭയങ്കര സന്തോഷിച്ച് നടക്കുന്നു, നമ്മൾ കാരണം. അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, ഇനി റസ്മിനോട് പറഞ്ഞേക്ക്, ഇനി അവൾ മേലെ കയറി വന്നാൽ ജാസ്മിൻ കാലെ വാരി നിലത്തടിക്കുന്നു. അത് കഴിഞ്ഞ് പവർ ടീമിന്റെ മീറ്റിംഗ് വിളിക്കുന്നു. പവർ ടീം പറയാണ് ക്യാപ്റ്റനെ നിങ്ങൾ ബഹുമാനിക്കണം, നമ്മളൊരു പവർ കോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് ഓരോ പേഴ്സണൽ അഭിപ്രായമൊന്നുമില്ല, ദണ്ട് പിടിച്ച് പറയുന്നതാണ് പവർ ടീം. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഈ ക്യാപ്റ്റൻ ടിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്റ്റൻ ഇയാൾ വല്ലതും വിളിച്ചു പറഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ വല്ലതും വിളിച്ചു പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉടനെ നടപടിയെടുക്കും, തെറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കും. അപ്പോൾ ജിൻഡോ എനിക്കൊരു കുറ്റമുണ്ട്, ഇവരെന്നെ പുള്ളി എന്ന് വിളിച്ചു, ഞാൻ ക്യാപ്റ്റനാണ്, എന്നെ ജിൻഡോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന് വിളിക്കണം. അപ്പൊ ജാസ്മിൻ അപ്പോൾ നിങ്ങളെ എന്നെ നീ എന്ന് വിളിച്ചതോ?
അത് തെറ്റല്ലേ? അപ്പൊ ജിൻഡോ, ഈ റസ്മിൻ എന്നോട് പറഞ്ഞതാണ് ഇവളുടെ ഇതിലേക്ക് കയറരുത്, അതുകൊണ്ട് ഞാൻ കയറാതിരുന്നതാണ്. ഇനി അവളെ നെഞ്ചത്തേക്ക് കയറിയാൽ ഞാൻ അവളുടെ കാലേ വാരി നിലത്തടിച്ചേക്കും. അപ്പോൾ ഉടനെ തന്നെ ജാസ്മിൻ, ഓഹോ, അപ്പൊ ദേ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം ഇയാൾ എന്നെ പറഞ്ഞേക്കാണ്, കാലേ വാരി നിലത്തടിക്കുന്നു. പവർ ടീമിന് എന്താ പറയാനുള്ളത്? ശരി, ഓക്കെ, നമുക്ക് നോക്കാം, ആലോചിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കോർട്ട് റൂമിൽ വെച്ചിട്ട് തീർക്കാം. വൈകുന്നേരം ഒരു കോർട്ട് റൂം വിളിക്കുന്നതാവും, ആ സമയത്ത് ഇതിനൊരു തീരുമാനം എടുക്കാം. ശരി ശരി ശരി, അവിടെ ഇരുന്നോളൂ. പരാതിക്കാരി ജാസ്മിൻ, അതിനകത്തുള്ള അതായത് പ്രതി ജിൻഡോ. അപ്പോൾ ജിൻഡോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഇന്നലെ ഇവർ ചെയ്യുന്നത് ഫുൾ ഡ്രാമയാണ്. ഫുൾ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഫുൾ ഡ്രാമ. തല കറങ്ങുന്നു, അത് ചെയ്യുന്നു, മൈക്കിരാതെ നിൽക്കുമ്പോൾ ഇവിടെ തന്നെ പോടാന്ന് വിളിച്ച്, അത് പിന്നെ അത് മാത്രമല്ല ഇവിടെ തലകറങ്ങൾ ഡ്രാമ വരെ നടത്തി. അപ്പോൾ ജാസ്മിൻ, ഇതൊക്കെ പഴയ പവർ ടീമും ഞാൻ ക്യാപ്റ്റനായിരുന്നപ്പോൾ ഉള്ളതാണ്. അപ്പോൾ പവർ ടീം ശരിയാണ്, അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉടനെ ഗബ്രി വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇയാൾ സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ മുംബൈയിൽ നിന്ന് വന്ന അതിവിദഗ്ധനായ സൈക്കോളജിസ്റ്റ് വരെ എന്നെ വന്നിട്ട് ചികിത്സിച്ചതാണ്. അതുകൊണ്ട് ഇയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരാളുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച്? ഇയാൾ വളരെ മോശമായ രീതിയിലാണ് ഒരാളുടെ മെന്റൽ ബ്രേക്ക് ഡൗണിനെ വരെ നാടകമാണെന്ന് പറഞ്ഞ ഇയാളെ ഉടനെ തന്നെ നടപടി എടുത്ത് പുറത്താക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ റസ്മിൻ, ഭയങ്കര മോശമായി പോയി. ഒരിക്കലും നിങ്ങളെല്ലാവരും അത് കണ്ട് രസിച്ചിരുന്നിട്ട് പിന്നെ അവരുടെ മെന്റൽ ഹെൽത്തിനെ പുച്ഛിക്കാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പൂജ, ഇതിനെക്കുറിച്ച് നമുക്ക് തീരുമാനം എടുക്കാം, നിങ്ങൾ ആദ്യം പിരിഞ്ഞു പോവുക. അപ്പം വാട്ട് എവർ ദ റീസൺ, നമുക്ക് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒരിക്കൽ എല്ലാം ഇരുന്ന് എല്ലാവരും പറഞ്ഞാണ്, അവസാനം സമയം വന്നപ്പോൾ മാറിക്കളയണ്ട, നമുക്ക് പിരിഞ്ഞു പോകാം. ഓക്കെ, അത് തെറ്റ് തന്നെയാണ്, മെന്റൽ ഹെൽത്തിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. മുകളിലുള്ള ഒരാൾ പറയും ഓക്കെ നമുക്ക് പിരിഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഉടനെ ജിൻഡോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അർജുൻ ജാൻമണി എടുത്തുകൊണ്ട് പോയപ്പോൾ അപ്പം നോറ, നിക്ക് ഈ വക കണ്ടന്റ് ഒന്നും പറ്റില്ല. ശരി 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 പിരിഞ്ഞു. അപ്പം നോറ, ഇയാൾക്ക് എങ്ങനെയുണ്ട് ഇയാൾ ജാൻമണിയുടെ കാര്യം എടുത്തിരുന്നത്? ഇയാൾ എന്തിനാണ് ഇതൊക്കെ എടുത്തിരുന്നത്? ഇയാൾ പഠിച്ച കള്ളനാണ്, ഇയാൾ മനഃപൂർവ്വമാണ് ഇതൊക്കെ എടുത്തിരുന്നത്. ഓക്കെ, ശരി 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 ശരി, എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പവർ ബെൽ അടിച്ചിട്ട് ഇതിനകത്ത് എഴുതി വെക്കുകയാണ് ഇവരെന്താണ് കോർട്ട് റൂം നടക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഗബ്രി പറയുന്നുണ്ട്, ആഹാ, അപ്പം ഇവിടെ വെറുതെ നിങ്ങൾ ഇത് തെറ്റ് സമ്മതിച്ച കാര്യമല്ലേ? ഈ തെറ്റ് സമ്മതിച്ച കാര്യത്തിന് എന്തിനാണ് ഇവിടെ വെറുതെ ഒരു കോർട്ട് റൂം മറ്റതുമൊക്കെ? അതിൻ്റെ ആവശ്യമുണ്ടോ? സാക്ഷികൾ ഓൾറെഡി ഉള്ള ആൾക്കാരല്ലേ, സാക്ഷികൾ നിങ്ങളൊക്കെ അല്ലേ? എന്നിട്ട് ഇയാൾ പറഞ്ഞ തെറ്റല്ലേ, അപ്പം തന്നെ സ്പോട്ടിൽ ശിക്ഷ കൊടുത്തുകൂടായിരുന്നോ? സ്പോട്ടിൽ ശിക്ഷ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ സിബിൻ പറയുന്നു, അത് നമ്മൾ കൊണ്ടുവന്നൊരു പരിഷ്കാരമാണ് BB കോർട്ട് റൂം എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് നമുക്ക് എല്ലാം വിശദീകരിച്ച് പറയാം. അപ്പം ജാസ്മിൻ, ഇത് മായ്ക്കണം, ഇത് ശിക്ഷ എഴുതേണ്ട ബോർഡാണ്, അല്ലാണ്ട് ഇവിടെ കോർട്ട് റൂമിലെ കാര്യങ്ങൾ എഴുതി വെക്കേണ്ടതല്ല. അതും അയ്യോ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ ശരി മാച്ചോളാം. അയ്യോ അറിയത്തില്ലേ, 24/7 കണ്ടിട്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ? എന്ത് പറ്റി? 24/7 കാണുന്നതല്ലേ? പൂജയെ എന്ത് പറ്റി? അപ്പോൾ പൂജ പറഞ്ഞാൽ അറിയാതെ മാറിപ്പോയതാണ്, നമുക്ക് അറിയത്തില്ല, നമുക്ക് എല്ലാം അറിയില്ലല്ലോ, അപ്പം നമ്മളത് മായ്ച്ചേക്കാം. അയ്യോ എന്ത് പറ്റി സിബിൻ കാക്കയ്ക്ക് എല്ലാം അറിയാമായിരുന്നല്ലോ, എന്നിട്ട് എന്ത് പറ്റി? ഒന്നും അറിഞ്ഞൂടെ? എടേ മോളെ, ദേ കൂടുതൽ കയറി നെഞ്ചത്തേക്ക് കയറാൻ വരരുത് കേട്ടാ, നമ്മൾ പറഞ്ഞല്ലോ സോറി. നീ അയ്യോ ഞാൻ പറയട്ടെ 24/7 നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾക്ക് അറിയത്തില്ലേ? പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവിടെ വന്നത്? നിങ്ങളെല്ലാം പഠിച്ചിട്ടല്ലേ വന്നത്? അപ്പൊ അപ്സര, എടാ കഴിഞ്ഞല്ലോ, അവർ മാച്ച് കളഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ 24/7 കണ്ട. അപ്പൊ ശരണ്യ, നീ നിർത്ത, ഒരു മാച്ച് കളഞ്ഞല്ലോ. ഇല്ല 24/7 കണ്ടതല്ലേ. അവസാനം സിബിൻ റസ്മിൻ വിളിച്ചോളൂ, നിങ്ങൾ എന്തെന്നാണ് ഈ കാണിക്കുന്നത്? അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്ന് രാവിലെ തൊട്ട് ജിൻഡോയുടെ പുറകെയാണ് ജാസ്മിൻ നടക്കുന്നത് കേട്ടോ. അപ്പം അത് നെഞ്ചത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കണം നമ്മളൊക്കെ തന്നെ പറഞ്ഞത്. പുള്ളിക്കാരൻ്റെ കൂടെ നമ്മൾ നിൽക്കും, അത്രയേ ഉള്ളൂ. ജിൻഡോയുടെ കൂടെ നമ്മൾ നിൽക്കും എന്ന് സിബിൻ റസ്മിനോട് പറയാണ്. അതിൻ്റെ ശേഷം ഗബ്രി പറയാണ്, അത് കഴിഞ്ഞ ശേഷം അവർക്ക് തെറ്റ് പറ്റിയല്ലേ, കഷ്ടം തന്നെ. അതെ, നമ്മൾ എന്തെങ്കിലും ഇവിടെ മഹാറാണിയെ എഴുന്നള്ളി കൊണ്ടുപോയപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ കഴിഞ്ഞ തവണത്തെ പവർ ടീം വന്നപ്പോൾ അത് കുഴപ്പം. അതെന്തേ വേലി കെട്ടി വെച്ചേക്കുകയാണോ? അവർക്കെന്തേ വേലി കെട്ടി വെച്ചേക്കുകയാണോ? നമ്മൾ ചെയ്യുന്ന തെറ്റല്ല. ഇപ്പൊ ഗബ്രി, ശരണി ചേച്ചി ഇത് ചെയ്യുന്ന തെറ്റല്ലേ? തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എന്തുകൊണ്ട് ശിക്ഷ കൊടുക്കുന്നില്ല? ക്യാപ്റ്റൻ എന്തുകൊണ്ട് ശിക്ഷ കൊടുക്കുന്നില്ല? തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സിബിൻ, എടേ വൈകുന്നേരം വരുന്നവർക്ക് വരാം, അപ്പൊ നമ്മൾ പറഞ്ഞോളാം. പൂജ, നിങ്ങൾ കുറെ പേർക്ക് കുറെ കാര്യങ്ങളുണ്ട്, കുറെ പേർക്ക് പീരീഡ്സ് ഒക്കെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നേരത്തെ നിർത്തിയത്. വൈകുന്നേരം നമുക്ക് ശിക്ഷ നടത്താം, നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഗബ്രി, ക്യാപ്റ്റനും പവർ ടീമും കൂടെ ഒന്നിച്ച്, ഇത് എവിടത്തെ ന്യായം? ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ നിൽക്കേണ്ടത്, അല്ലാണ്ട് പവർ ടീമിന് വേണ്ടിയിട്ടല്ല. ഓക്കെ, അപ്പൊ സിബിൻ പറയാൻ, നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കും, ഭൂരിപക്ഷമാണ് എടുക്കാൻ പോകുന്നത്, നിങ്ങളുടെ കൂടെ നിൽക്കും ജിൻഡോ എന്ന് സിബിൻ ജിൻഡോയ്ക്ക് വാക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ ശേഷം അൻസിബയും ശ്രീരേഖയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുംബൈയിൽ നിന്ന് വന്ന് ചെന്നൈയിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാവരും ഒന്ന് തന്നെയാണ്. അതെന്താ അൻസിബ അങ്ങനെ പറഞ്ഞത്? മുംബൈയിൽ നിന്ന് വന്ന് ചെന്നൈയിൽ നിന്ന് തുടങ്ങി. എൻ്റെ പൊന്നോ ഗബ്രിയുടെ ഗബ്രി ശ്രീരേഖ പിന്നെ അങ്ങോട്ട് വായ്ത്താളം തന്നെയായിരുന്നു തുന്നിതൻ. അപ്പം ജാൻമണി പറയാണ്, ഈ ഗബ്രിനെ 2 ആഴ്ച നോമിനേഷനിൽ ഇടണം, അത്രേ ഉള്ളൂ. ഇപ്പം ഇവിടെ അൻസിബ ശ്രീരേഖയൊക്കെ സംസാരിക്കുകയാണ്. അൻസിബ പറയുന്നുണ്ട്, ഇവനെയൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നത്? ഇവനെയൊക്കെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ആരെടുത്ത്? ശ്രീരേഖയും സിബിൻ്റെ അടുത്തും. പിന്നെ ജാസ്മിൻ ഉള്ളത് കൊണ്ട് നമുക്ക് പെർഫോം ചെയ്യാനേ പറ്റുന്നില്ല എന്ന് അവർ രണ്ടുപേരും കംപ്ലൈൻറ്റ് പറയുകയാണ്. ആരെടുത്ത്? സിബിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് നോറ പറയണം,
നന്ദന പറഞ്ഞു, സായി പറയുന്നുണ്ട്, എടി നമുക്കിതൊക്കെ, സായി പറയുന്നുണ്ട് നമുക്ക് സർക്കാസ്റ്റിക് ആയിട്ട് കളിക്കാം. അപ്പോൾ നോറ കളിക്കാം. അപ്പോൾ ഉടനെ തന്നെ നന്ദന ഞാൻ ജാസ്മിൻ്റെ റോൾ എടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഇത് വായിക്കുകയാണ്. ഇത് വായിച്ച ശേഷം സായി പറഞ്ഞു, ഇത് കണ്ടന്റ് വായിച്ച ശേഷം നമുക്കിത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മളിവിടെ സൂക്ഷിച്ച് നമുക്ക് റിസ്ക് എടുക്കണ്ട. ഇറ്റ്സ് എ ടാസ്ക്, നമുക്ക് ചെയ്യാൻ നോറ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശ്രീകുമാർ, എടി നീ നമുക്ക് ചെയ്യാം, നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്, നമുക്കതൊക്കെ ഇട്ട് ചെയ്യാം. അപ്പോൾ നന്ദന, ചേച്ചി നമുക്ക് ചെയ്യാം ചേച്ചി. അല്ല എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നുമില്ല. സായി എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്നാണോ? എടി നീ പറയണ കേക്ക്, നിനക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്നല്ല പറഞ്ഞത്. അല്ല എന്താ കുഴപ്പം, എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്ന് എന്താ കുഴപ്പം? ഞാനിത് ചെയ്യാനല്ലേ പറഞ്ഞത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല, എനിക്ക് ചെയ്യാം. സായി, ഇവളെന്തോന്നാണ് ഈ പറയുന്നത്? ഡി നീ ചുമ്മാ സ്വന്തം കാര്യം എടുത്തിട്ടത് കേട്ടല്ലോ. എടി നീ എന്തോ ഇവളെന്തോന്ന് കാണിക്കുന്നത്. സായിയും അഭിഷേകും പുറത്തിറങ്ങി പോകുന്നുണ്ട്. അപ്പം സായി പറഞ്ഞു, ഇവളെന്തോന്നാണ് ഇവക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ മാറ്റി വെച്ചെന്ന് അറിയാമോ? സ്വന്തം കാര്യം മാത്രമാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്നോട് മിണ്ടണ്ട. എടി നീ മര്യാദയ്ക്ക് നിന്നോണം. നീ വെറുതെ നിന്റെ കാര്യങ്ങൾ, നിന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നീ ഗെയിം കളിക്കുന്നത്. നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇറങ്ങി പോകാൻ നോക്ക്. ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും എടുക്കുന്നില്ല. നിന്റെ അടുത്ത് കളിക്കുന്നുണ്ടല്ലോ പറഞ്ഞ് ഭയങ്കരമായിട്ട് നോറയോട് ഷൗട്ട് ചെയ്യുന്ന നോറക്കാൻ, എനിക്ക് ഇത് തന്നെ വേണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവരുടെ ആ വഴക്ക് പറയുന്നു. പൂജയും ശരണ്യയും എല്ലാവരും വന്നിട്ട് അൻസിബയൊക്കെ വന്ന് നോറയെ സമാധാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് സിബിൻ ഇവിടെ രാത്രിത്തെ ഇതാണ് കാണിക്കുന്നത്. അപ്പൊ സിബിന്റെ പുറകെ ആര് നടക്കുന്നു? ജാസ്മിൻ. സിബിൻ ഒന്ന് കേക്ക് എനിക്കിപ്പോൾ കേൾക്കണ്ട മോളെ, വയ്യ, നാളെ ചെയ്യാം. എന്താ ഇന്ന് ചെയ്താൽ? ഇന്നല്ലേ കോർട്ട് റൂം ചെയ്യണമെന്ന് പറഞ്ഞാൽ മക്കളെ, വയ്യ എല്ലാവരും തളർന്നിരിക്കുകയാണ്, നാളെ ചെയ്യാം. അതെന്താണ് നാളെ ചെയ്താൽ? അടി നാളെ ചെയ്യാം. ഋഷി നാളെ ചെയ്യാടി. അപ്പൊ പൂജ, നീ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങളൊക്കെ, നീ പറഞ്ഞില്ലേ ഇന്ന് നിനക്ക് ചെയ്യാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റുന്ന, അതുപോലെ നമുക്ക് ഇത് നാളെ ചെയ്യാം, ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഓഹോ അങ്ങനെയാണോ? ഫാൻസിനെ കിട്ടാൻ വേണ്ടിയിട്ടാണോ സിബിൻ ചേട്ടൻ ഇത് ചെയ്യുന്നത്? ആടി, ഫാൻസിനെ കിട്ടാൻ വേണ്ടി തന്നെ. മനുഷ്യത്വം കാണിക്കാൻ പറ്റത്തില്ല അല്ലേ? അയ്യോ നിനക്കൊന്നും മനുഷ്യത്വം അർഹിക്കുന്നേ ഇല്ല. നീ ഇവിടെ കാണിക്കണ മെലോ ഡ്രാമയല്ലേ? ഞാനോ മെലോ ഡ്രാമ കാണിക്കണത്? അയ്യോ തലകറങ്ങുന്നേ എന്നൊന്ന് സിബിൻ തലകറങ്ങി വീഴുന്നു. അപ്പോഴത്തേക്കും ഉടനെ അഭിഷേക്, അയ്യോ കൃത്രിമ ശ്വാസം എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഗബ്രി പറയാണ്, പുറത്തുനിന്ന് ഇവിടെ എല്ലാവരും വന്ന് എന്നെയും ജാസ്മിനെ പിരിക്കാൻ നോക്കുകയാണ്, പക്ഷെ നമ്മൾ പിരിയില്ല. എൻ്റെ അച്ഛൻ വന്ന് നിന്നാൽ പോലും ഞാൻ അവളെ കൈവിടില്ല എന്ന് പറഞ്ഞ് BB+ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.